അപ്പോൾ ദേ നല്ല ക്രിസ്പി ക്രിസ്പി പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ദേ രാവിലെ 2 മറ്റേ ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും പിടിച്ചതിൻ്റെ പരിപാടി ഇതല്ലേ. അയ്യോ അത് അപ്പം തന്നെ താഴെ പോയി. എന്തൊക്കെ കോപ്പറായിട്ടുള്ള രാവിലെ ഇത് കാണിക്കണത് എന്നതാന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാം നമുക്ക്. അത് എന്നിട്ട് സൂക്ഷിച്ച് വെക്കാം, ഒരു കുഴപ്പമില്ല. നല്ല പല കളറിൽ വർണ്ണ കളർ ചേർക്കാതെ എടുക്കുക, മറക്കുക, കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിടുക. കൊച്ചുങ്ങളാണെങ്കിൽ കിരിക്കിരൂന്ന് പറഞ്ഞ് തിന്നോളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ മറിയൂന് രാവിലെ എന്ത് കൊടുത്തു വിടും എന്നൊക്കെ ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് കേട്ടോ. ഇത് പക്ഷെ ഭയങ്കര സക്സസ്ഫുൾ സാധനമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സൂത്രം ഉണ്ടാക്കാം. അതിന് പേരൊന്നുമില്ല, പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോ, ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കും. പേരൊക്കെ ഇടുന്ന പരിപാടി നിങ്ങളുടെ അത്. വാ, നമ്മുടെ വീട്ടില് എന്നാണോ കളറുള്ള സാധനമുള്ള അത് വെച്ച് ആ പച്ചക്കറി വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ബീറ്റ്റൂട്ടും ഇച്ചിരി ക്യാരറ്റും, അപ്പൊ കളർ നല്ല രസം ഉണ്ടാവുമല്ലോ. ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ ബീറ്റ്റൂട്ട് ഒന്ന് അരച്ചിട്ട് നന്നായിട്ട് അരിച്ച് നല്ല ജ്യൂസ് ആക്കി കൊണ്ടുവരാം. അപ്പൊ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ റവയില്ലേ, റവ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ചുമ്മാ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കുക. റവ, വേറെ ഒരു സാധനമല്ല, റവ. അത് മാത്രം മതിയിട്ട് ഒന്ന് സെറ്റായിട്ട് ഉണ്ടാക്കാൻ. നമുക്ക് റവ ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഈ ഭംഗിയുള്ള മറ്റേ ബീറ്റ്റൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കി നല്ല സെറ്റാക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ദേ ഇത് കുറുകിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകിക്കോട്ടെ. ഇതുണ്ടോ, ഇതൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൾ എന്ത് തേങ്ങയാണ് ഈ ചെയ്യണമെന്ന്. എന്നിലെ ശാസ്ത്രജ്ഞ ഉണർന്നതാ. എന്താവൂന്നൊന്നും വലിയ പിടുത്തമില്ല. പക്ഷെ ഞാൻ ഈ സാധനം നേരത്തെ ഉണ്ടാക്കിയിട്ടുമുണ്ട്, പിള്ളേർക്ക് കൊടുത്തിട്ടുമുണ്ട്. അല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പം ഇതിന്റെ വേറൊരു രീതിയിലായിരുന്നു നമ്മൾ അത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രീതിയിലായിരുന്നേ. ഇനി നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള സാധനമൊക്കെ ചേർക്കട്ടെ. ഞാൻ ആകെ ഇച്ചിരി അയമോദകം മാത്രമേ ഇടുന്നുള്ളൂ. അതാകുമ്പോൾ പിള്ളേരുടെ വയറിനൊക്കെ ആണെങ്കിലും നല്ലതല്ലേ, അതുകൊണ്ട് ഇച്ചിരി അയമോദകം മാത്രം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു വാഴയിലയിലേക്ക് ഓയില് പതുക്കെ പരട്ടി കൊടുക്കാം. എന്നിട്ട് ഇവരെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ പരത്തി വെക്കാം. എന്തൊക്കെ പ്രാന്താണ്. ഇങ്ങനെയൊക്കെ ഇന്നോവേറ്റീവായിട്ട് മറ്റേ ചെയ്തെങ്കിലേ പിള്ളേർക്കും പറ്റുള്ളൂ. പിള്ളേർക്ക് എന്നും ഈ കപ്പയും ചക്കയും തന്നെ കൊടുത്ത് അവർക്കും ബോറടിക്കും. പിന്നെയാണെങ്കിൽ ബേക്കറി മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഒരു മനോവിഷമം. ഇതാകുമ്പോൾ രണ്ടും ഇല്ലല്ലോ. ഇനി നമുക്ക് ഇതിനെ പരത്തിയിട്ട് ആവശ്യത്തിന് ഇഷ്ടമുള്ള ഇപ്പൊ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ഇതിൽ പരത്തി വെക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ പരത്തി നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിലോ എല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. എന്റെ ചിന്നുകുട്ടിയിൽ ഒന്നും കൈ ഒഴിവില്ലാത്ത കാരണം കേട്ടോ അത് നിങ്ങളിങ്ങനെ പരത്തുന്ന കാണിച്ചു വന്നാൽ പോലും ഇത് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പൊ ആ കൂടുതൽ ഞാൻ എന്ത് ചെയ്യട്ടെ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വർണ്ണ കളറൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും കൊണ്ട് കൂടെ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കി വാഴയിലക്കകത്ത് റെഡിയാക്കി വെക്കട്ടെ. ഇതൊക്കെ എന്നാണെങ്കിലും കാണാനും നല്ല രസമാണ്, പിള്ളേർക്കാണെങ്കിലും നല്ല കളർഫുൾ ആയതുകൊണ്ട് ഇതിങ്ങനെ അയ്യോ എന്ത് രസമാണെന്നറിയുമോ. ഈ ബീറ്റ്റൂട്ടിന്റെ ചുവയൊന്നും വരുവോ ഇല്ല. പിള്ളേരുടെ വയറ്റിലോട്ട് വറുത്ത സാധനത്തിനകത്ത് നല്ല കളറും കൂടെ ആകുമ്പോ നല്ല രസം ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ക്യാരറ്റും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ ഇത് ഇന്നോവേഷന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി നമുക്ക് ഇത് വെയിലത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് ഉണക്കി സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ 2ാം ഘട്ടം. അപ്പൊ ദേ നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ പരുവം കണ്ടോ, കിരി വന്നിരിക്കുന്നേ. ഇത് കണ്ടോ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നില്ലേ. ഇങ്ങോട്ട് നോക്ക്, നല്ല കളർഫുള്ള്. ഇനി നമ്മൾ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വരണിയിലിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് പിള്ളേരെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ അടുപ്പെത്തിക്കുക, വറുത്ത് ഒരുങ്ങി എടുക്കുക. അപ്പൊ ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചാല് ഇത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ കണ്ടോ നല്ല പഫ്ഡായിട്ട് പൊങ്ങി ഇങ്ങ് വരും കേട്ടോ. നല്ല പപ്പടം പോലെ ഇങ്ങ് വരും, പൊള്ളി കണ്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം.
വേഗമാവും, കരിഞ്ഞു പോകാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇതേപോലെ വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ ദേ നല്ല ക്രിസ്പി ക്രിസ്പി പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ദേ കിഴുകിഴുന്ന് പൊട്ടിച്ച് കഴിക്കാം. ഏത് പിള്ളേരിത് തിന്നാതിരിക്കുമെന്ന് പറ. ബീറ്റ്റൂട്ട് തിന്നാത്ത പിള്ളേരും തിന്നൂലോ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണേലും ഉണ്ടാക്കുക, എടുക്കുക, പൊട്ടിക്കുക. ഉടുപ്പേരൊക്കെ എവിടെയൊക്കെ ചാടിപ്പോയി ആക്രാന്തം മൂത്തിട്ട്. അപ്പം ആർക്ക് വേണേലും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല വെയിലും കൂടെ അല്ലേ ഇപ്പം. എല്ലാവരും ചെയ്ത് നോക്കണേ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചാന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയക്ക് ഇങ്ങനെ ചെയ്തു. നമ്മൾ ചക്കപ്പപ്പടം ഉണ്ടാക്കിയ ഐഡിയക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഈ സാധനം ഞാൻ സാധാരണ ഒരു വീഡിയോയിലും ഷെയർ ചെയ്യണേന്നൊന്നും പറയാറില്ല. പക്ഷേ ഈ സാധനം എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോട്ടോ. എന്നാ പേര് വേണേലും ഇട്ടോ. പക്ഷെ പിള്ളേർക്ക് കൊടുക്കാം. നമ്മുടെ പിള്ളേർ ഹെൽത്തി ആയിട്ട് കഴിക്കട്ടെ, വളരട്ടെ എന്നാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നല്ല കിറുകിറാന്നുള്ള ബൈ ബൈ.